കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം പറഞ്ഞ യേശു കർത്താവിൻ്റെ വലിയൊരു നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. അല്പസമയത്ത് ദൈവവചന ചിന്തിക്കാൻ നമുക്കൊരു വാക്യം വായിക്കാം. അപ്പോസ്തലനായ പൗലോസ് ഗലാത്യർക്ക് എഴുതിയ ലേഖനം അത് 4-ാം അധ്യായത്തിന്റെ 8-9 വാക്യങ്ങൾ. എന്നാൽ അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർക്ക് അടിമപ്പെട്ടിരുന്നു. ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞും വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞുമിരിക്കെ നിങ്ങൾ പിന്നെയും ബലഹീനവും ദരിദ്രവുമായ ആദി പാഠങ്ങളിലേക്ക് തിരിഞ്ഞ് അവയ്ക്ക് പുതുതായി അടിമപ്പെടുവാൻ ഇച്ഛിക്കുന്നത് എങ്ങനെ? ഒരു വാക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗപിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം. ഒരു പ്രാവശ്യം കൂടെ അവിടുത്തെ വചനവുമായി ഞങ്ങൾക്ക് ഒരുമിച്ച് വരുവാൻ അങ്ങ് ഇടയാക്കിയ മഹാകൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രത്തെ. പാദാന്തിക അടിയങ്ങളായിരിക്കുന്നു. വചന ശുശ്രൂഷിപ്പാൻ എളിയവരെയും കേൾവിക്കാരെയും ഒരുക്കണമേ. ഈ യോഗ ഞങ്ങൾക്ക് ഒരുപോലെ അനുഗ്രഹമാക്കി തീർക്കണമേ. മഹത്വത്തിനായി ചെയ്യണമേ. യേശു മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നത് കേൾക്കണമേ പിതാവേ. സ്തോത്രം. ഒരു പാട്ട് ചില വരികൾ നമുക്ക് ചേർത്ത് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അറിഞ്ഞവൻ എന്നെ കരുതിടുമെന്നും അരുമയിൽ കാത്തിടും ചിറകടി. അറിഞ്ഞവൻ എന്നെ കരുതിടുമെന്നും അരുമയിൽ കാത്തിടും ചിറകടിയിൽ. പാരിലൻ ജീവിതയാത്രയിലെന്നെ കഴിയാതെ കൂടെ വരുന്നവനാ. പാരിലൻ ജീവിതയാത്രയിലെന്നെ പിരിയാതെ കൂടെ വരുന്നവനാ. പാണികളാലേ പാണികളാലേ അനുദിനം അവൻ എന്നെ നടത്തിടുന്നു. ഓ, അനുദിനം അവൻ എന്നെ നടത്തിടുന്നു. ജീവിതഭാര ചുമടുകളാകെ അവൻ ചുമന്നെന്നെ പുലർത്തിടുന്നു. ജീവിതഭാര ചുമടുകളാലെ അവൻ ചുമന്നെന്നെ പുലർത്തിടുന്നു. ആകയാലാകുലമിന്നെനിക്കില്ല ആനന്ദമായൊരു ജീവിതമാ. ആകയാലാകുലമിന്നെനിക്കില്ല ആനന്ദമായൊരു ജീവിതമാ. ആണികളേറ്റ പാണികളാലെ ആണികളേറ്റ പാണികളാലെ അനുദിനം അവൻ എന്നെ നടത്തിടുന്നു. ഓ, അനുദിനം അവൻ എന്നെ നടത്തിടുന്നു. ദൈവത്തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശുദ്ധ വേദപുസ്തകത്തിൽ 66 പുസ്തകങ്ങൾ ഉണ്ട്. 66 പുസ്തകങ്ങൾ ചേർന്ന ഒരു പുസ്തകമാണ് വിശുദ്ധ വേദപുസ്തകം. അതിൽ പുതിയ നിയമത്തിൽ മത്തായി മുതൽ വെളിപ്പാട് വരെ ഉള്ളതായ പുസ്തകത്തിലെ ഒരു പുസ്തകമാണ് ഗലാത്യർക്ക് എഴുതിയ ലേഖനം. ഈ ലേഖനം എഴുതിയിരിക്കുന്നത് അപ്പോസ്തലനായ പൗലോസാണ്. അദ്ദേഹത്തിന്റെ ചില പുസ്തകങ്ങൾ, ഒരു പുസ്തകം എബ്രായ ലേഖനം പൗലോസാണോ എഴുതിയെന്ന ചിന്ത പരക്കെ വേദ ശാസ്ത്രിമാർക്ക് പഠിതാക്കൾക്കുണ്ടെങ്കിലും ഏറിയ പങ്കം ആളുകൾ പറയുകയും അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്നത് അപ്പോസ്തലനായ പൗലോസാണ് ആ ലേഖനം എഴുതിയെന്നുള്ളതാണ്. പുതിയ നിയമത്തിലെ 27 പുസ്തകങ്ങളിൽ 9ാമത്തെ പുസ്തകമാണ് ഗലാത്യർക്ക് എഴുതിയ ലേഖനം. ലൂക്കോസ് സുവിശേഷം ഒരു വ്യക്തിക്ക് വേണ്ടി എഴുതിയതാണ്. തെയോഫിലോസിന് വേണ്ടി എഴുതിയ പുസ്തകമാണ്.
കത്താണ്. അപ്പോസ്തല പ്രവൃത്തി അതിന്റെ തുടർച്ചയാണ്. തെയോഫിലോസിന് വേണ്ടി എഴുതിയതാണ് അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം. റോമയിലുള്ള വിശ്വാസികൾക്ക് വേണ്ടിയാണ് റോമർക്ക് ലേഖനം എഴുതിയത്. കൊരിന്ത്യയിലുള്ള വിശ്വാസികൾക്ക് വേണ്ടി 1-2 ലേഖനങ്ങൾ. എഫേസ്യർക്ക് എഴുതിയത് ആ നാട്ടുകാരായ ആളുകൾക്ക് വേണ്ടിയുള്ള ദൂതാണ്. എന്നാൽ തിമോത്തിയോസിന് എഴുതിയ 1-2 ലേഖനങ്ങൾ അത് വ്യക്തിപരമായൊരു കത്താണ്. തീത്തോസിനും ഫിലോമോൻ എഴുതിയ ലേഖനങ്ങൾ വ്യക്തിപരമായ കത്തുകളാണ്. എബ്രായ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി എഴുതിയതാണ് എബ്രായ ലേഖനം. എബ്രായ ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞാൽ പെന്തക്കോസുകാർക്ക് വേണ്ടി, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞു. സമുദായസ്ഥർക്ക് വേണ്ടി എഴുതിയല്ല. ദൈവകൃപയിൽ വന്ന എബ്രായർ, യഹൂദന്മാർ മടങ്ങി വീണ്ടും യഹൂദ പാരമ്പര്യങ്ങളിലേക്ക് പോയപ്പോൾ അവരെ ദൈവകൃപയെ നിർത്തുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എഴുതിയ അല്ലെങ്കിൽ എഴുതിപ്പിച്ചതായ പുസ്തകമാണ് എബ്രായർക്കുള്ള ലേഖനം. ദൈവഭാഗത്ത് വന്നെങ്കിലും അവർക്ക് ഒത്തിരിയേറെ ചിന്തകൾക്കും ചിന്താതികൾക്കും വ്യത്യാസമോ. മോശയല്ലേ വലുത് എന്നിത്യാദി പല ചിന്തകൾ വന്നപ്പോൾ അവരോട് അങ്ങനെ അല്ല എന്ന് തെളിയിച്ച് സമർത്ഥിച്ച ഒരു ഖണ്ഡനകാവ്യം, ഖണ്ഡന പ്രസംഗമാണ് എബ്രായ ലേഖനം. പത്രോസ് എഴുതിയ ലേഖനങ്ങൾ പൊതുലോകത്തോടാണ്, 1-2 പത്രോസ്. യോഹന്നാൻ എഴുതിയതും അങ്ങനെ തന്നെ യൂദായും പൊതുസമൂഹത്തോടാണ് എഴുതിയത്. വെളിപ്പാട് എല്ലാവരോടും. യൂദ കാതോലികമായ ഒരു ലേഖനം, കാതോലിക സാർവത്രിക സഭയ്ക്ക് വേണ്ടി എഴുതിയതാണ്, കത്തോലിക്കർക്ക് വേണ്ടി എഴുതിയതല്ല. ദൈവസഭ എവിടെയെല്ലാം ഉണ്ടോ അവിടെയുള്ള ദൈവസഭകൾക്ക് വേണ്ടി എഴുതിയ ലേഖനമാണ് യൂദായുടെ ലേഖനം. വെളിപ്പാട് പുസ്തകം അങ്ങനെയല്ല, അത് വിശ്വാസികൾക്ക് വേണ്ടി മാത്രമല്ല പൊതുലോകത്തിന് വേണ്ടിയിട്ടാണ്. ദൈവസഭയെ എംഫസൈസ് ചെയ്ത് പറയുന്നുവെങ്കിലും പിശാചിന് വരുന്ന അവസാനം, ലോകരാഷ്ട്രങ്ങളുടെ അവസാനം, പുതുവാന ഭൂമി, മനുഷ്യന്റെ തുടർ ജീവിതം, ന്യായവിധി, സ്വർഗം, നരകം, ഈ കാര്യങ്ങളെക്കുറിച്ച് മുഴുവൻ ലോകത്തിനുള്ള പുസ്തകമാണ് ദൈവം യോഹന്നാനെ കൊണ്ട് എഴുതിച്ചത്, വെളിപ്പാട് പുസ്തകം. അങ്ങനെ ഈ 27 പുസ്തകങ്ങളുള്ളതായ പുതിയ നിയമത്തിലെ 9ാമത്തെ പുസ്തകമായ ഗലാത്യ ലേഖനം പൗലോസ് ഗലാത്യ സഭയ്ക്ക് എഴുതിയ ഒരു ലേഖനമാണ്. അവിടെയുള്ള വിശ്വാസികളെ അഭിസംബോധന ചെയ്ത് എഴുതിയതാണ്. അവരോട് പറയുന്നത് 1ാമത്തെ വാക്യം നമുക്ക് വായിക്കാം, 1-2 വാക്യങ്ങൾ. മനുഷ്യരിൽ നിന്നല്ല, മനുഷ്യനാലുമല്ല, യേശുക്രിസ്തുവിനാലും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച പിതാവായ ദൈവത്താലും അത്രേ അപ്പോസ്തലനായ പൗലോസും കൂടെയുള്ള സകല സഹോദരന്മാരും ഗലാത്യ സഭകൾക്ക് എഴുതുന്നത്. ഗലാത്യയിലുള്ള എല്ലാ സഭകൾക്കും ലേഖനം എഴുതുകയാണ്. ആ പ്രവിശ്യയിലുള്ള, ആ രാജ്യത്തുള്ള. അവിടെ പൗലോസ് ഇത് പറയുമ്പോൾ പ്രത്യേകിച്ച് പറയുന്ന 1-2 കാര്യങ്ങളുണ്ട്. മനുഷ്യനിൽ നിന്നല്ല, മനുഷ്യരാലും അല്ല. പ്രിയമുള്ളവരെ, നിങ്ങളോട് ഞങ്ങൾ ഈ ലേഖനം എഴുതി അറിയിക്കുന്നത് മനുഷ്യരിൽ നിന്നല്ല എന്ന് പറഞ്ഞ ഈ ചിന്തകളൊന്നും മാനുഷികമല്ല. ഇനി ഏതെങ്കിലും മനുഷ്യർ പറഞ്ഞിട്ടുമല്ല. രൂപ തന്നിട്ട്, സപ്പോർട്ട് തന്നിട്ട് ഗലാത്യ സഭയിൽ പോയി പ്രവർത്തിക്കുക, അവിടെയുള്ളവർക്ക് ഒരു കത്തെഴുതി കൊടുക്കാൻ പറഞ്ഞിട്ട് കൂലിക്ക് എഴുതുന്നതല്ല. മറിച്ച് അവിടെ പറയുവാൻ ഒരു വലിയ ഉറപ്പുണ്ട്. അവിടെ പറയുവാൻ വലിയ ഒരു പിൻബലത്തിന്റെ പുറത്താണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, യേശുക്രിസ്തുവിനാലും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച പിതാവായ ദൈവത്താലും അത്രേ. സ്തോത്രം. ആരാണ്? ഒന്ന് കർത്താവായ യേശുക്രിസ്തു. ജനതയുടെ രക്ഷയ്ക്ക് വേണ്ടി ഭൂമി വന്ന് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്ന കർത്താവായ യേശുക്രിസ്തു. ആ നാമം
നാമത്തിൽ സ്വർലോകങ്ങളുടെയും അധോലോകങ്ങളുടെയും ഭൂലോകങ്ങളുടെയും സകലുടെയും മുഴങ്കാലുകൾ മടങ്ങും. ആ നാമത്തിന്റെ പ്രത്യേകത ഏതാണ്? ആരും ഒന്നും പറയണ്ട, നമസ്കരിക്കാൻ പറയണ്ട, പാടിക്കോ പ്രാർത്ഥിച്ചോളാൻ പറയണ്ട, ഏറ്റു പറയാൻ പറയണ്ട. യേശു എന്ന നാമത്തിന്റെ മുമ്പിൽ യേശുവിന്റെ മുൻപാകെ സകലരും ഭ്രമിക്കും. വിശ്വാസികളോ സന്തോഷത്തോടെ താൻ പൊന്മുഖം കണ്ട് ആരാധിക്കുവാൻ ഇടയായിത്തീരുന്നു. അതുകൊണ്ട് ഉറപ്പ് പറയുകയാണ്, ഈ യേശുക്രിസ്തുവിനാലും എന്ന് പറയുമ്പോൾ അവിടെ ഒരു കാര്യമുണ്ട്. ഇതിനുള്ള അടുത്തത് മരിച്ചു. മാനവജാതിയുടെ രക്ഷയ്ക്ക് വേണ്ടി വന്ന കർത്താവായ യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചു. മറ്റൊരു ഭാഗത്ത് കല്ലറയ്ക്ക് അവനെ ഒതുക്കിക്കൂടാഞ്ഞിരുന്നു. കല്ലറയ്ക്ക് അവനെ ഒതുക്കാൻ പറ്റിയില്ല. ലോകത്തുള്ള സകല മനുഷ്യരെയും മനുഷ്യ ദൈവങ്ങളെയും കല്ലറകൾ ഒതുക്കുമ്പോൾ, കല്ലറയ്ക്ക് പുറത്തു കൊണ്ടുവരാൻ കഴിയാതിരിക്കുമ്പോൾ, ചിലതിനെയെല്ലാം ഒതുക്കാൻ മരണത്തിന് കഴിയും. കഴിഞ്ഞ ദിവസം ഓടിക്കൊണ്ടിരുന്നൊരു വാഹനം തീപിടിച്ചു. ഡ്രൈവർ നിർത്തി. രക്ഷിക്കുവാനുള്ള ആളുകൾ ഓടിക്കൂടി. അവർ ഒരു വിധത്തിൽ ഡോർ തുറന്നു. പക്ഷേ ആ മനുഷ്യൻ, ഡ്രൈവർ ധരിച്ചിരുന്നതായ സീറ്റ് ബെൽറ്റ്, സീറ്റിനോട് ചേർന്ന് അദ്ദേഹത്തെ ബന്ധിച്ചിരുന്ന ആ ബെൽറ്റ് അഴിക്കുവാൻ സാധിച്ചില്ല. ആ മനുഷ്യൻ ആ വാഹനത്തിൽ മരിച്ച് അമരുവാനിടയായി തീർന്നു. ആ സീറ്റ് ബെൽറ്റ് അദ്ദേഹത്തെ ബന്ധിച്ചു. പലതും ബന്ധിക്കുമ്പോൾ മരണത്തിന് അവനെ കല്ലറയ്ക്ക് യേശുവിനെ അടക്കുവാൻ കഴിഞ്ഞില്ല. കാരണം എവിടെ കൊണ്ട് അടക്കിയത്? കല്ലറയ്ക്കകത്ത്, കല്ലിനകത്താ. അവിടെ ഇരിക്കുന്നത് അതുവരെയും ആരെയും വെച്ചിട്ടില്ലാത്ത പാറയിൽ വെട്ടിയിരുന്ന ഒരു കല്ലറ, പാറയിൽ വെട്ടിയ കല്ലറ. ഇത് പലയിടത്തുമാണെങ്കിൽ നമ്മൾ ഭൂമിയിൽ കുഴി കുഴിച്ച് അതിനകത്ത് വേണമെങ്കിൽ താഴേന്ന് കല്ല് കെട്ടി മുകളിൽ കോൺക്രീറ്റ് സ്ലാബോ അല്ലെങ്കിൽ മറ്റെന്ത് ക്രമീകരണമോ ചെയ്യുന്നു. അല്ലെങ്കിൽ താഴേന്ന് കല്ല് കെട്ടാനോ നിവൃത്തിയില്ലാത്തവർ മുകളിൽ ശകലം മണ്ണ് മാറ്റി അവിടുന്ന് കല്ല് കെട്ടി കോൺക്രീറ്റ് ചെയ്യാറുണ്ട്. കടലിൽ വെച്ച് മരിക്കുന്നവരെ കടലിട്ട് കൊടുക്കാറുണ്ട്. ചിലർ തീ പിടിച്ച് മരിച്ചു പോകാറുണ്ട്. ഒന്നും കിട്ടാതെ ദഹിച്ചു പോയവരുണ്ട്. ചിലരുടെ ശവശരീരങ്ങളെ പക്ഷികൾക്ക് വേണ്ടി കൊണ്ടു കൊടുക്കാറുണ്ട്. എന്നാൽ യേശുവിനെ തന്റെ ശവശരീരം കൊണ്ട് അടക്കി ഒരു കല്ലറയ്ക്കകത്ത് വെച്ചത്. ആ കല്ലറ ഹോളോ ബ്രിക്സ് കൊണ്ടോ ഇഷ്ടിക കൊണ്ടോ മൺകട്ട കൊണ്ടോ കെട്ടിയത് പാറയിൽ തുറന്നെടുത്തൊരു കല്ലറയാണ്. അവിടുത്തെ പ്രത്യേകത, അതിനകത്ത് കൊണ്ടുവച്ച ആ പാറയിൽ കൊണ്ടുവച്ച കല്ലറയ്ക്കകത്ത്, പാറയ്ക്കുള്ളിലെ കൊണ്ടുവച്ച ആ കടലിൽ വെച്ച് കൊണ്ടുവച്ച മൃതദേഹത്തിന്റെ ഉടമസ്ഥനാരാ? യുഗങ്ങളുടെ പാറയായ ക്രിസ്തുവാണ്. സ്തോത്രം. യുഗങ്ങളുടെ പാറയായ ക്രിസ്തുവിനെ പാറയ്ക്കകത്ത് കൊണ്ടുവച്ചാൽ അടക്കാൻ പറ്റുമോ? അതായത് ഒതുക്കാൻ പറ്റുമോ? അകത്താര പാറ. എന്തിനകത്താ വെച്ചേക്കുന്നത്? പാറയ്ക്കകത്ത്. യുഗങ്ങളുടെ പാറയായ ക്രിസ്തുവിനെ പാറയ്ക്കകത്ത് കൊണ്ട് അടക്കി വെച്ചാൽ എങ്ങനെ അടക്കാൻ പറ്റും? പാറയ്ക്ക് എങ്ങനെ ഒതുക്കാൻ പറ്റും? സ്തോത്രം. ദ മാസീവ് റോക്ക്. ആ വലിയ പാറയ്ക്കുള്ളിൽ അതിനകത്തു നിന്ന് കുറച്ച് ഭാഗം അടർത്തി മാറ്റി വെച്ചൊരു ഗുഹയാക്കി, കല്ലറയാക്കി തീർത്തു. അതിനകത്തേക്ക് പറയാം ക്രിസ്തുവിനെ കൊണ്ട് വെച്ചാൽ പാറയ്ക്ക് യേശു കർത്താവിനെ ഒതുക്കാൻ പറ്റുമോ? ഇല്ല. കാരണം ക്രിസ്തു പാറയാണ്. എന്നാൽ ഇതര ക്രൈസ്തവ
സമുദായങ്ങൾ പഠിപ്പിക്കുന്നത് പത്രോസാണ് പറയുന്നത്. അവരുടെ അറിവില്ലായ്മയാണ്. സ്തോത്രം. പുറപ്പാട് പുസ്തകം, ഉൽപ്പത്തി മുതൽ പുറപ്പാട് പുസ്തകം വളരെ വ്യക്തമായി പാറയായ ക്രിസ്തുവിനെ, ദൈവത്തെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആകട്ടെ, അപ്പോൾ മരിച്ചവരുടെ നിന്ന് ഉയർപ്പിച്ച പിതാവായ ദൈവം, യേശുക്രിസ്തുവും പിതാവായ ദൈവവും പരിശുദ്ധാത്മാവും ആണ് പൗലോസിനെ അപ്പോസ്തലനാക്കിയത്, അയക്കപ്പെട്ടവനാക്കിയത്, ശുശ്രൂഷകനാക്കിയത്. മറ്റു പലർക്കും ഗലാത്യ സഭകൾക്കും നീളത്തിൽ ചെറിയ ആളായ ശാരീരിക അല്പമായ വൈകല്യം എന്താണെന്ന് അറിയുന്നില്ല. ഒന്നുകിൽ കണ്ണിനെന്തോ പ്രയാസം ഉണ്ടായിരുന്നു. ദമസ്കോസിന്റെ പടിവാതിൽ വെച്ച് ദൈവം കർത്താവ് ശൗലിനെ സന്ദർശിച്ച്, പിന്നെ പൗലോസായല്ലോ, ആ സമയത്ത് ഏറ്റവും വലിയ പ്രഭയുടെ മധ്യത്തിൽ പൗലോസിന്റെ കണ്ണുകൾക്ക് പ്രശ്നമുണ്ടായി എന്നാണ് തിരുവെഴുത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. കാരണം അതുകൊണ്ടാണ് മറ്റൊരു ഭാഗത്ത് പറയുന്നത്, നോക്കൂ, ഞാൻ നിങ്ങൾക്ക് എത്ര വലിയ അക്ഷരമായി എഴുതിയിരിക്കുന്നു. അപ്പോ ഈ ഗലാത്യ ലേഖനം തന്നെ 6-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം നോക്കുവീൻ, എത്ര വലിയ അക്ഷരമായി ഞാൻ നിങ്ങൾക്ക് സ്വന്തം കൈ കൊണ്ട് തന്നെ എഴുതിയിരിക്കുന്നു. അതിനെക്കുറിച്ച് പഠിതാക്കളുടെ വേദശാസ്ത്രന്മാരുടെ അഭിപ്രായം, ചെറിയ അക്ഷരങ്ങൾ അദ്ദേഹത്തിന് വായിക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അദ്ദേഹം എഴുതുന്നത് തന്നെ വലിയ അക്ഷരത്തിലാണ്. എങ്കിലും തനിക്ക് വായിക്കാനൊക്കെ തോന്നും. മറ്റുള്ളവർക്ക് ചെറുതിൽ എഴുതിയാലും വലുതിൽ എഴുതിയാലും വായിക്കാൻ പറ്റും. ഇന്നത്തെ പോലെ കണ്ണാടി എന്ന സാധനം, ഞാൻ ഈ മുഖത്ത് വെച്ചിരിക്കുന്ന പോലെ സാധനം അന്ന് പ്രാവർത്തികമായിരുന്നോ എന്ന് സംശയമുണ്ട്. ഏതായാലും പൗലോസിനെ ആളിൽ കുറിയ എന്നാണ് പൊതുവെ പറയുന്നത്. പക്ഷെ ആ ദൈവദാസനെ പലരും അപ്പോസ്തോലികനായി ആ ഗണത്തിൽ കൂട്ടിയിരുന്നില്ലത്രേ. ഒന്ന്, പൗലോസ് കർത്താവിന്റെ സമകാലികനല്ല. കർത്താവിന്റെ ക്രൂശ മരണത്തിന് ശേഷവും ദൈവസഭയുടെ ആവിർഭാവത്തിന് ശേഷവുമാണ് പൗലോസായി രംഗത്ത് വരുന്നത്. അതുകൊണ്ട് പാരമ്പര്യവാദികൾക്ക് പറയാനുണ്ടായിരുന്നു, നീ ഞങ്ങളുടെ കൂടെ ഇല്ലായിരുന്നല്ലോ. ഞങ്ങളുടെ ഒന്നാമത്തെ അനൗൺസ്മെന്റ് തന്നെ ഒരാളെ തിരഞ്ഞെടുക്കാൻ വന്നപ്പോൾ ചെയ്ത അനൗൺസ്മെന്റ്, പത്രോസ് മൂപ്പൻ ചെയ്ത അനൗൺസ്മെന്റ് ഇങ്ങനെ തന്നെയാണ്: കർത്താവിന്റെ സ്നാനം മുതൽ അവന്റെ പുനരുത്ഥാനം വരെ അതിന് സാക്ഷികളായിരുന്നവരിൽ ഒരുത്തനെ നമുക്ക് യൂദ പോയ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കണം. അപ്പൊ അങ്ങനെ വന്നെങ്കിൽ അങ്ങനെയാണ്. അപ്പൊ ഞങ്ങളോട് കൂടെ നടക്കണമെങ്കിൽ കർത്താവിന്റെ കാലം മുതലേ ഉണ്ടായിരിക്കുന്ന ഒരു പാരമ്പര്യം ഇന്നും ചില സഭകളിൽ ചെന്നാൽ അവിടെ കാണാൻ ഞങ്ങൾ പാരമ്പര്യ ക്രിസ്ത്യാനികൾ, പാരമ്പര്യ പെന്തിക്കോസുകാരാണ്. അപ്പൂപ്പന്മാരുടെ കാലം മുതലേ ഇപ്പൊ 4-5 തലമുറയായവർ ചില സഭകളിലുണ്ട്. അടുത്ത കാലത്തായിട്ട് വിശ്വാസം വന്നവരെ ഉൾക്കൊള്ളാൻ അവർക്ക് ബുദ്ധിമുട്ടാണ്. അവരെന്തൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ എവിടെ ഇരിക്കേ, ഞങ്ങൾ തുടങ്ങിയ കാലം മുതലല്ല, ഒരു ശൗമേൽ പാസ്റ്റർ കാലമൊക്കെ പറഞ്ഞോളി. IPCയുടെ പ്രാരംഭ പ്രവർത്തകരുടെ കാലം മുതലേ ഉള്ളവരുടെ കൊച്ചുമക്കളും കൊച്ചുമക്കളും ദൈവസഭയ്ക്കകത്ത് നിന്നിരുന്ന് ഉണ്ട്. അപ്പൊ അവരുടെ ഇടയിലോട്ട് പുതുതായി വന്ന വിശ്വാസി വന്ന ആളുകൾ ചെന്നാൽ ഇവർക്ക് വലിയ പ്രയാസമാണ്. നിങ്ങൾ ഈ പാരമ്പര്യമൊന്നും പറയാനില്ല. അതുകൊണ്ടാണ് ചില കല്യാണ ശുശ്രൂഷയ്ക്കൊക്കെ അനൗൺസ് ചെയ്യുന്ന അധ്യക്ഷനായവനോ പ്രസംഗിക്കുന്നവർക്ക് പറയുന്നുണ്ട്, വളരെ വിശ്വാസ പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിൽ നിന്ന് ഇന്നത്തെ മണവാളൻ വന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. അദ്ദേഹത്തിന്റെ പിതാമഹനും കർത്തൃവേലയിലായിരുന്നു. മുതുമുത്തച്ഛനാണ് ഹോളിന് സ്ഥലം കൊടുത്തത്. അങ്ങനെ 4-ാം തലമുറക്കാരനായ ഇദ്ദേഹം വളരെ വിശ്വാസ പൈതൃകമുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് ഇന്നത്തെ വരൻ വന്നത് എന്ന് പറയുന്നത് പലർക്കും കേട്ടിട്ടുണ്ട്. വധു വന്നത് ഇങ്ങനെ പറയാറുണ്ട്, വിശ്വാസ പൈതൃകം. വ്യർത്ഥമായ പിതൃപാരമ്പര്യത്തിൽ നിന്നാണ് ദൈവം പിടിച്ചോണ്ട് വന്നത്. എന്നാൽ ഇപ്പോഴും പാരമ്പര്യം വിടാൻ വലിയ ബുദ്ധിമുട്ടാണ്.
അതുകൊണ്ട് പൗലോസ് പാരമ്പര്യക്കാരനല്ല, നേരത്തെ ഉള്ളവനല്ല, വരത്തന പുതുതായി വന്നതാണെന്നൊരു ചിന്താഗതിയുണ്ട് പലർക്കും ഉണ്ടായിരുന്നു. എഫെസോസുകാരുടെ ഇടയിലും ഇത് കയറ്റി വിട്ടോ എന്നൊരു സംശയം, എഫെസോസിലെ സഭയിലെ ആളുകൾക്ക് ഇടയിൽ ഇത് പരത്തിയോ എന്നൊരു സംശയം, ഒരു ചിന്താഗതി പൗലോസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് പൗലോസ് ആ കാര്യം തന്നെ അവരോട് പറയുന്നുണ്ടായിരുന്നു, തന്നിലെ ചിലരെയൊക്കെ പ്രസാദിപ്പിച്ചാൽ മാത്രമേ നിലനിന്ന് പോകാനായിട്ട് കഴിയുള്ളൂ എന്നുള്ളത് അന്നുമുണ്ട് ഇന്നുമുണ്ട്. ലോക്കൽ സഭയിലെ ശുശ്രൂഷകനെയും സെന്റർ അല്ലെങ്കിൽ പ്രസ്ബിറ്ററെ, സെക്ഷനെ, ഡിസ്ട്രിക്റ്റിനെ ഒക്കെ പ്രസാദിപ്പിച്ച് നിന്നെങ്കിൽ മാത്രമേ ഇന്ന് ശുശ്രൂഷകന്മാർക്ക് നിലനിൽപ്പുള്ളൂ. സെൻട്രൽ ശുശ്രൂഷകൻ അടഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അതുപോലെ പ്രസ്ബിറ്റർ അടഞ്ഞാൽ ഷാരോണിലൊക്കെ ഡിസ്ട്രിക്റ്റാണ്, ചർച്ച് ഓഫ് ഗോഡിലും ഡിസ്ട്രിക്ട് പാസ്റ്റേഴ്സാണ്. അങ്ങനെയുള്ള ഡിസ്ട്രിക്ട് പാസ്റ്റേഴ്സും സെൻട്രൽ പാസ്റ്റേഴ്സും പ്രസ്ബിറ്റേഴ്സും ഒക്കെ ഇടഞ്ഞാൽ അവരെ പ്രസാദിപ്പിച്ചില്ലെങ്കിൽ അടുത്ത ട്രാൻസ്ഫർ ബുദ്ധിമുട്ടും. അതുകൊണ്ട് പൗലോ ഇന്നുള്ള ഈ നൂറ്റാണ്ടിലെ കാര്യം മാത്രമല്ല, അന്ന് ഇത് എഴുതിയ കാലത്തുണ്ട്. അതുകൊണ്ടാണ് 1-ാം ലേഖനം അതിന്റെ 10-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, ഞാൻ മനുഷ്യരെയോ ദൈവത്തെയോ സന്തോഷിപ്പിക്കുന്നത് അല്ല, ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ നോക്കുന്നു. ഇന്ന് ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നു എങ്കിൽ ക്രിസ്തുവിന്റെ ദാസനായിരിക്കുന്നത്. ഇത് പലരും സെൻട്രൽ ദാസന്മാരാണ്, സെക്ഷന്റെ ദാസന്മാരാണ്, പ്രസ്ഥാനത്തിന്റെ ദാസന്മാരാണ്. പ്രസ്ഥാനം എന്ത് പറയുന്നു? രാഷ്ട്രീയക്കാരെ പോലെ തന്നെ നാം നമ്മുടെ ചുറ്റുമുള്ള രാഷ്ട്രീയ പാർട്ടികളിൽ ഈ പാർട്ടിക്കാർ ചെയ്യുന്നുള്ളത് അവിടുത്തെ പാർട്ടിക്കാർക്ക് തന്നെ അറിയാം. നേതാക്കന്മാർ ചെയ്യുന്നതും അവരുടെ തട്ടിപ്പും വെട്ടിപ്പും എല്ലാവർക്കും അറിയാം. എങ്കിലും ഇലക്ഷൻ വരട്ടെ, ഏറ്റവും മുകളിലത്തെ ആൾ തൊട്ട് ഏറ്റവും താഴത്തെ ഘടകത്തിലുള്ള ആളുകൾ വരെ അഹമഹീയമായി ഇറങ്ങി പറയും, ഞങ്ങളുടെ പ്രസ്ഥാനം, ഞങ്ങളുടെ പാർട്ടിയാ വലുത്. സാധുക്കളോട് കൂടെ നിന്നു, തൊഴിലാളികളോട് കൂടെ നിന്നു, അവശത അനുഭവിക്കുന്നവരോട് കൂടെ നിന്നു, NGOമാരോട് എങ്ങനെ ആരെ കണ്ടാലും പറഞ്ഞു നിങ്ങളുടെ കൂടെ ആയിരുന്നു പറയും. അതേസമയം അവരാരും കൂടില്ലായിരുന്നു. അങ്ങനല്ല, നിങ്ങൾ കൂടില്ലായിരുന്നു ആരെങ്കിലും പറഞ്ഞു പോയെങ്കിൽ തീർന്നു. കാരണം പാർട്ടി ശക്തമാണ്. അതുപോലെ പെന്തക്കോസ്ത് സമൂഹത്തിനകത്തും ഈ പറഞ്ഞല്ല ഇന്ന് ശക്തമാണ്, ഇന്നല്ല അന്ന് ശക്തമാണ്. അതുകൊണ്ട് പൗലോസ് പറയുകയാണ്, ഞാന് ആരെ പ്രസാദിപ്പിക്കുന്നേ? അതുകൊണ്ട് നമ്മൾ 1-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ വായിച്ച കാര്യത്തിൽ 1-ാം അധ്യായത്തിൽ തന്നെ അവരോട് പറയുകയാണ്, ഞാൻ ആരുടെയും ദാസനല്ല. 11 മുതൽ വാക്യങ്ങൾ വായിക്കാം. 1-ാം അധ്യായത്തിന്റെ 11 മുതൽ വാക്യങ്ങൾ പൗലോസിന്റെ നിലപാട്. സഹോദരന്മാരെ, ദൈവദാസന്മാർ അനുവർത്തിക്കേണ്ട കാര്യം അതാണ്. സഹോദരന്മാരെ, ഞാൻ അറിയിച്ച സുവിശേഷം മാനുഷ്യമല്ല എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. അത് ഞാൻ മനുഷ്യരോട് പ്രാപിച്ചിട്ടില്ല, ഒരു ബൈബിൾ സ്കൂളിൽ പോയി പഠിച്ചിട്ടുമില്ല, ആരുടെയും പാറപീഠത്തിൽ ഇരുന്ന് പഠിച്ചതല്ല. പണ്ട് ഗമാലിയലിന്റെ പാറപീഠത്തിൽ ഇരുന്ന് വിദ്യാസമ്പന്നനായി എന്നല്ലാതെ ഇന്ന് പല കൂട്ടരും അവരവരുടെ ഉപദേശങ്ങളാണ് പഠിപ്പിക്കുന്നത്. ഒരിടത്ത് ചെന്നാൽ ആദ്യമേ പഠിപ്പിക്കുന്നത് വിറ്റും നട്ടും വിട്ടും ഇങ്ങ് പോരണം, ഇതാണ് ശ്രേഷ്ഠ സഭ, നമുക്ക് വിവാഹം കഴിക്കാൻ പാടില്ല. അതുകൊണ്ട് സ്ത്രീ പുരുഷന്മാർ ഒരുമിച്ചില്ല, ഒരു വളപ്പിൽ തന്നെ അവർ പാർക്കുകയാണ്. കർത്താവിന്റെ വേലയുമാണ്. അവിടെ ആരെങ്കിലും സുവിശേഷ വേലയ്ക്ക് എന്നാൽ നിങ്ങളുടെ മക്കളെ നന്നായിട്ട് പഠിപ്പിച്ചു വേണം സുവിശേഷ വേല ചെയ്യേണ്ടത്. സ്വന്തം കുടുംബത്തെ ഭരിക്കാൻ അറിയാത്തവൻ എങ്ങനെ ദൈവസഭയെ ഭരിക്കുമെന്ന് അങ്ങനെ പറഞ്ഞു പോയെങ്കിൽ തീർന്നു. കാരണം അവരുടെ സ്ഥാപകനല്ല, രണ്ടാമത്തെ ആള് തുടങ്ങി വെച്ച പരിപാടിയാണ് വിവാഹം പാടില്ല എന്ന് വിലക്കിയതാ. അവിടെ ഇനി ആര് എന്നാൽ ആദ്യം ആരാ പഠിപ്പിക്കുന്നത്? വിവാഹം പാടില്ല. ഇതൊരു ഖണ്ഡന പ്രസംഗമല്ലെങ്കിലും ഞങ്ങളോടൊപ്പം ഒരു മുസ്ലിം സമുദായത്തിൽ നിന്നൊരു സഹോദരൻ വിശ്വാസിയുണ്ട്. അദ്ദേഹത്തെ ഞങ്ങളറിയാതെ, ഞാൻ സ്ഥലത്തില്ലാത്ത സമയത്ത്, സഭയിലില്ലാത്ത സമയത്ത്, ശുശ്രൂഷയ്ക്ക് വേണ്ടി പോയ സമയത്ത് പുതുതായി വന്ന ആ സഹോദരനെ ഈ പറഞ്ഞ പാർട്ടികൾ പിടിച്ചോണ്ട് മുക്കി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്നെ സുവിശേഷ വേലയ്ക്കുള്ളതാണെന്നാണ്
ദൈവദാസൻ പറഞ്ഞത്. ദൈവാലോചനയുണ്ട്, എനിക്കും അതുപോലെ സന്തോഷമുണ്ട്, എനിക്ക് കർത്താവിന്റെ വേല ചെയ്യണം. അവർ പറഞ്ഞു വളരെ നല്ല കാര്യം, നീ വേല ചെയ്യണം, പക്ഷെ കല്യാണം കഴിക്കാൻ പാടില്ല. അവരാ ചുരുങ്ങിയ സമയം കൊണ്ട് 2 ദിവസം കൊണ്ട് ഈ സഹോദരന്റെ തലച്ചോറ് കഴുകിയെടുത്തു. ഏറ്റവും ശ്രേഷ്ഠമായ ശുശ്രൂഷ, വിവാഹം കഴിക്കാത്ത ശുശ്രൂഷയാണെന്ന് ആ സാധു ചെറുപ്പക്കാരനെ, 10-23 വയസ്സ് ചെറുപ്പക്കാരനെ പറഞ്ഞ് പഠിപ്പിച്ച് തല കഴുകിയെടുത്ത് അവനെ അതിനകത്ത് ഉറപ്പിച്ചു. അപ്പം ഓരോരുത്തരും അവരവരുടെ ഉപദേശം പറയുന്നത്, നാം ഓരോരുത്തരും ദൈവവചനം, ദൈവം എന്ത് പറയുന്നു അതാ നോക്കേണ്ടത്. പഠിപ്പിച്ച പാസ്റ്റർ എന്ത് പറയുന്നു, മൂപ്പൻ എന്ത് പറഞ്ഞു എന്നല്ല നോക്കേണ്ടത്. കർത്താവ് അതിനെക്കുറിച്ച് എന്ത് പറഞ്ഞു, ദൈവവചനം അതിനെക്കുറിച്ച് എന്ത് പറയുന്നു. സ്തോത്രം. അതുകൊണ്ട് പൗലോസോട് പറയാണ്, ഞാൻ മനുഷ്യരാലല്ല, അത് ഞാൻ മനുഷ്യരോട് പ്രാപിച്ചിട്ടില്ല, പഠിച്ചിട്ടുമില്ല. ആരുടെയും പ്രസംഗക്കുറിപ്പും കൊണ്ട് നടന്നിട്ടല്ല പൗലോസ് പ്രസംഗിച്ചത്. ഒരിക്കലും ഞാൻ കേട്ടിട്ടുള്ളതാണ്, ഒരു യുവ സഹോദരൻ ബൈബിൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹം അധ്യാപകൻ വേദപുസ്തകം സ്തോത്രം അവിടെ വെച്ചിട്ട് ഇന്റർവെൽ സമയത്ത് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ, എല്ലാവരും ഇറങ്ങിപ്പോയപ്പോൾ ഈ സഹോദരൻ ചെന്നുവെച്ച് തഞ്ചത്തിൽ ദൈവനെ പഠിപ്പിച്ച കർത്തദാസന്റെ വേദപുസ്തകം തുറന്നപ്പം അതിനകത്ത് ഒത്തിരിയേറെ പ്രസംഗക്കുറിപ്പ് എഴുതുന്നു. പുള്ളി ഒരു 3-4 എടുത്തു. അതുമായി ഞായറാഴ്ചകളിൽ ചെല്ലുന്ന സഭകളിൽ പ്രസംഗം തുടങ്ങി. അങ്ങനെ ഒരു സ്ഥലത്ത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നതിലേക്ക് കാറ്റടിച്ച് ഈ പ്രസംഗക്കുറിപ്പ് താഴെ പോയപ്പോൾ അത് കിട്ടിയ ആള് അടുത്ത് നോക്കിയപ്പോൾ അതിനകത്തിരിക്കുന്നു ഇവിടെ കരയുക. കാരണം പാസ്റ്റർ പ്രസംഗിച്ചപ്പോഴും പഠിപ്പിച്ചപ്പോഴും കരഞ്ഞായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ പ്രസംഗിച്ച് വന്ന ആൾ ഇവിടെ കരയണമെങ്കിലേ അത് കൊഴുക്കൂ. അങ്ങനെ പ്രസംഗക്കുറിപ്പും കൊണ്ട് നടന്ന് പ്രസംഗിക്കുന്നുണ്ട്. അവിടെ പൗലോസോട് പറയാം, ഞാൻ ആരുടെയും പ്രസംഗക്കുറിപ്പ് എടുത്തോ സിസ്റ്റത്തിൽ ഡൗൺലോഡ് ചെയ്തെടുത്തോ മറ്റാരുടെയും കവർന്നല്ല, മറിച്ച് ഞാൻ മനുഷ്യരോടൊന്നും പ്രാപിച്ചിട്ടില്ല. എന്നിട്ടോ യേശുക്രിസ്തുവിന്റെ വെളിപ്പാടിനാൽ അത്രേ പ്രാപിച്ചത്. സ്തോത്രം. തന്നെയല്ല, ഞാൻ പ്രാപിച്ചിട്ടില്ല, പഠിച്ചിട്ടുമില്ല. പൗലോസ് ഒരു ബൈബിൾ സ്കൂളിൽ പോയില്ല. ഞാൻ മനുഷ്യരോട് പ്രാപിച്ചിട്ടില്ല, പഠിച്ചിട്ടുമില്ല, എന്നെ ആരും ഒന്നും പഠിപ്പിച്ചില്ല. എന്താ കാര്യം? അടുത്ത് പറയുന്നു, യേശുക്രിസ്തുവിന്റെ വെളിപ്പാടിനാൽ അത്രേ പ്രാപിച്ചത്. കർത്താവിന് നേരിട്ട് പ്രാപിച്ചു. അതാണോ കൊരിന്ത്യ ലേഖനത്തിൽ വായിക്കുക, ഞാൻ കർത്താവിന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരികയും ചെയ്തത് എന്തെന്നാൽ. കർത്തൃമേശയെക്കുറിച്ചുള്ള തക്സായും കൊണ്ട് നടന്നല്ല അദ്ദേഹം ചെയ്യുന്നത്. പിതാക്കന്മാർ ചെയ്ത പാരമ്പര്യം, അതെ നേരത്തെ വാക്കി, ആത്മീക പൈതൃകമുള്ള കുടുംബത്തിൽ നിന്ന്. അപ്പോൾ മറ്റാരും പഠിപ്പിച്ചില്ല, കർത്താവ് തന്നെയാണ് കർത്തൃമേശയെക്കുറിച്ച് എല്ലാം പഠിപ്പിച്ച കൂട്ടത്തിൽ കർത്തൃമേശ എങ്ങനെ ചെയ്യണം, അനുഷ്ഠിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച്, അതിന്റെ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു കൊടുത്തത് കർത്താവാണ്. അവിടെ ഞാൻ മനുഷ്യരൊന്നും പ്രാപിച്ചിട്ടില്ല, അവരിൽ നിന്നും പഠിച്ചിട്ടുമില്ല. പിന്നെയോ യേശുക്രിസ്തുവുമായുള്ള വെളിപ്പാടിൽ അത്രേ ഞാനിത് പ്രാപിച്ചത്. അപ്പൊ കർത്താവ് എന്നെ പഠിപ്പിച്ചു, ഞാൻ കർത്താവിന് പ്രാപിച്ചു. എന്നിട്ട് അടുത്തത് അവരോട് പറയാണ്, നിങ്ങൾക്ക് യഹൂദ മതത്തിലെ എന്റെ മുമ്പിലത്തെ നടപ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഉണ്ടല്ലോ, ഗലാത്യ വിശ്വാസികളെ, ഞാൻ യഹൂദ മതത്തിൽ, അത് മാർഗമല്ല, യഹൂദന്റെ മതമാണ്, മാർഗമല്ല. യഹൂദ മതത്തിന്റെ മുമ്പത്തെ നടപ്പ് നിങ്ങൾക്ക് അറിയാമല്ലോ. പുള്ളി സാക്ഷ്യം പറയുക, ഞാൻ ദൈവത്തിന്റെ സഭയെ അത്യന്തം ഉപദ്രവിച്ച് മുടിക്കുകയും സ്തേഫാനോസിനെ കല്ലെറിയാൻ പോയ സമയത്ത് മുതൽ ഇദ്ദേഹം കളത്തിലുണ്ട്. സ്തേഫാനോസിനെ കല്ലെറിയാൻ പോയവർക്ക് കൂട്ടാളിയായി, കല്ലെറിഞ്ഞവർക്ക് ഊക്കിനെറിയുവാൻ അവരുടെ യഹൂദന്മാരുടെ മേൽവസ്ത്രം അവർ ഊരി വെച്ചപ്പോൾ അത് മറ്റാരും എടുത്തോണ്ട് പോകാതിരിക്കാൻ അതിന് കാവലിരുന്നതാണ് പൗലോസ്, ശൗല്, പിന്നെ പൗലോസായി. അതിൽ നിന്നുള്ള ഊർജം പ്രാപിച്ച് വന്നപ്പോൾ അവർ ഇത് ഇങ്ങനെ ഈ വല്ലവരും എറിയുന്നവരുടെ കല്ല് അല്ലെങ്കിൽ കല്ലെടുത്ത് കൊടുക്കാനും
കുപ്പായം സൂക്ഷിക്കാതിരുന്ന പോലെ വൈ എനിക്കെന്തുകൊണ്ട് എറിഞ്ഞുകൂടാ, എനിക്കെന്തുകൊണ്ട് ഉപദ്രവിച്ചുകൂടാ. ആ എരിവിൽ ശൗല് ദൈവസഭയെ ഉപദ്രവിക്കാൻ തുടങ്ങി. അതുകൊണ്ടാണ് ഞാന് ദൈവത്തിന്റെ സഭയെ അത്യന്തം ദൈവത്തിൻ്റെതാണ് സഭ, പെണ്ണമ്മയുടെ നല്ല സഭ, ജോർജ് കുട്ടിയുടെ നല്ല സഭ, ഉമ്മന്റെ ഉമ്മച്ചന്റെ നല്ല സഭ, ഫിലിപ്പിന്റെ അല്ല സഭ, തോമാസിന്റെ അല്ല സഭ, അവറാച്ചന്റെ അല്ല സഭ, ദൈവത്തിൻ്റെതാണ് സഭ. അതറിയാൻ വയ്യാത്ത പുള്ളികൾ ഇന്നും അവറാച്ചന്റെയാ, തോമാച്ചന്റെയാ, തങ്കപ്പന്റെയാ, തങ്കച്ചന്റെയാ സഭ. ഓരോരുത്തർ സഭയുണ്ട്, പെണ്ണമ്മയുടെ സഭ. സ്തോത്രം. ദൈവസഭയാണ് പ്രിയമുള്ളവരെ. അതുകൊണ്ട് ദൈവസഭയെ ഞാൻ ഒത്തിരി മുടിച്ചു, അത്യന്തം ഉപദ്രവിച്ച് മുടിക്കുകയും എന്റെ പിതൃ പാരമ്പര്യത്തെ കുറിച്ച് അത്യന്തം എരിവേറി. അദ്ദേഹത്തിന്റെ ആത്മീയ പാരമ്പര്യം ഉണ്ടായിരുന്നു. എന്റെ പിതൃ പാരമ്പര്യം അബ്രഹാമിന്റെ കാലം മുതലുള്ള ആ സന്തതി കുലത്തിൽ ബെന്യാമീൻ ഗോത്രക്കാരനായവന്റെ, യാക്കോബിന്റെ ഇഷ്ടപുത്രൻ ബെന്യാമീൻ ഗോത്രക്കാരൻ, ഒന്നാമത്തെ രാജാവിന്റെ രാജകുടുംബത്തിൽപ്പെട്ടവനാ ഞാൻ. അങ്ങനെ ഒത്തിരിയേറെ പറയാനും പുകഴുവാനുമുള്ള ശൗൽ. അതുകൊണ്ടാണ് ആ യഹൂദ മതത്തിലെ തന്റെ എരിവിൽ ദൈവസഭയ്ക്കെതിരെ തിരിയുവാനിടയായിത്തീർന്നത്. അറിവില്ലാത്ത കാലത്ത്, അറിവില്ലായ്മയിൽ പറയാണ്, എന്റെ യഹൂദ മതത്തിലെ എന്റെ പിതൃപാരമ്പര്യത്തെ കുറിച്ച് അത്യന്തം എരിവേറി. അതുകൊണ്ട് എനിക്ക് എരിവേറി. എന്റെ സ്വജനത്തിൽ, കാരണം യഹൂദ യാഗങ്ങൾക്കെതിരെ നിൽക്കുന്ന, തിരശീലക്കെതിരെ പ്രസംഗിക്കുന്ന, പുരോഹിതന്മാർക്കെതിരെ പ്രസംഗിക്കുന്ന, ആചാര അനുഷ്ഠാനങ്ങൾക്കെതിരെ പ്രസംഗിക്കുന്ന, ഉത്സവങ്ങൾക്കെതിരെ പ്രസംഗിക്കുന്ന പെന്തക്കോസ്തുകാർ വേണ്ട. അന്ന് പെന്തക്കോസ്തുകാരെന്നല്ല, അന്ന് ശിഷ്യന്മാർ വേണ്ട. പിന്നത്തേതിലാണ് ശിഷ്യന്മാർ ക്രിസ്ത്യാനികളായി മാറിയത്. ആ ക്രിസ്ത്യാനികളെ, അങ്ങനെ ശിഷ്യന്മാരെ ക്രിസ്ത്യാനികൾ വിളിച്ച അതേ ലാഘവത്തോടെയാണ് പെന്തക്കോസ് അനുഭവം പ്രാപിച്ചവരെ നാട്ടുകാർ കളിയാക്കി പെന്തക്കോസുകാരെന്ന് വിളിച്ചത്. അതുകൊണ്ട് പറയാണ്, ഞാൻ അതിനകത്ത് എരിവുള്ളവനായിരുന്നു. കാരണം എന്റെ യഹൂദ മതത്തിന് വിരോധമായി പ്രസംഗിക്കുന്ന, എന്റെ സ്വജനത്തിൽ സമപ്രായക്കാരായ പലരെക്കാളും യഹൂദ മതത്തിൽ അധികം മുതിരുകയും ചെയ്തു പോകുന്നു. ഇവർ ചെയ്യുന്നതാ, പരിച്ഛേദന വേണ്ടെന്ന് പറഞ്ഞു, യാഗങ്ങൾ വേണ്ടെന്ന് പറയുന്നു, യെരുശലേം പള്ളിയിലെ ആരാധനകൾ ക്രമങ്ങൾ പാടില്ല എന്ന് പറയുന്നു. ഞങ്ങളെല്ലാം കൂടെ കൂട്ടിത്തുന്നിയെടുത്ത തിരശീല അത് കർത്താവ് കീറിയതാ, ഇനി അത് കൂട്ടിത്തുന്നരുതെന്ന് പറയുന്നു. ഇങ്ങനെ വേണ്ടാത്ത ഉപദേശങ്ങൾ പറയുന്നതുകൊണ്ട് യഹൂദ മതത്തെക്കുറിച്ചുള്ള എരിവ് നിമിത്തം യഹൂദ മതത്തിൽ എന്റെ സ്വജനത്തിൽ സമപ്രായക്കാരായ പലരെക്കാളും യഹൂദ മതത്തിൽ അധികം മുതിരുകയും ചെയ്തു. സ്തോത്രം. അതുകൊണ്ട് എന്ത് ചെയ്തു? സമപ്രായക്കാരായ ചെറുപ്പക്കാരെക്കാൾ അധികമായിട്ട് യഹൂദ മതത്തിനു വേണ്ടി, അതിന്റെ നിലനിൽപ്പിന് വേണ്ടി, അതിൽ നിന്ന് ആളുകൾ ഒഴുകിപ്പോകുന്നത് തടയാൻ വേണ്ടിയാണ് ഇദ്ദേഹം ഭീകരമായ മർദ്ദനമുറകളും കുലപാതകവും എല്ലാം അഴിച്ചുവിട്ടത്. പൗലോസ് ഈ കാര്യം ഏറ്റു പറയുക. എന്നിട്ടോ എങ്കിലും എന്റെ ജനനം മുതൽ സ്തോത്രം എന്നെ വേർതിരിച്ച് തന്റെ കൃപയാൽ വിളിച്ചിരിക്കുന്ന ദൈവം തന്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷം ഞാൻ ജാതികളുടെ ഇടയിൽ അറിയിക്കേണ്ടതിന് അവനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ പ്രസാദിച്ചപ്പോൾ ഞാൻ മാംസരക്തങ്ങളോട് ആലോചിക്കുകയോ എനിക്ക് മുമ്പേ അപ്പോസ്തലന്മാരായവരുടെ അടുക്കൽ യെരുശലേമിലേക്ക് പോവുകയോ ചെയ്യാതെ നേരെ അറബിയിലേക്ക് പോവുകയും. പിന്നീട് വാചകമാണ്. പൗലോസ് പറയാണ്, ഒരു കാര്യം അറിയാമോ, ഞാൻ എന്റെ മതത്തെക്കുറിച്ചും ഞാൻ ജനിച്ചു വളർന്ന യഹൂദ മതത്തെക്കുറിച്ച് വളരെ പ്രൗഡ്, അതിനകത്ത് വളരെ അഹങ്കരിച്ചിരുന്ന മനുഷ്യനാണ് യഹൂദൻ. യഹൂദനല്ലാത്തതെല്ലാം നായ്ക്കളെന്നാണ് പറഞ്ഞത്. യഹൂദനല്ലാത്തെല്ലാം നായ്ക്കളാണ്. അപ്പോൾ ശ്രേഷ്ഠ ജാതിയായ യഹൂദ മതത്തിൽ ഞാൻ ജനിച്ച ആ മതത്തെക്കുറിച്ച് വളരെയേറെ പുകൾപ്പെട്ട് ജീവിക്കുന്ന സമയത്ത്, ആ മതത്തിൽ ജനിച്ചതിനെ കുറിച്ച് വളരെ സന്തോഷത്തോടിരിക്കുമ്പോഴാണ് പൗലോസ് മറ്റൊരു കാര്യം പറഞ്ഞത്. ആ മതത്തിൽ ജനിക്കുന്നതല്ല കാര്യം,
എൻ്റെ അമ്മയുടെ ഉദരത്തിൽ പൗലോസ് ഉരുവാകുന്നതിന് മുമ്പ് തന്നെ അറിഞ്ഞ ദൈവം. അവിടെ പറഞ്ഞത് എന്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ച്. സ്തോത്രം. അവിടെ ചെയ്തത് എന്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ചെന്ന. സുവിശേഷ വേലയ്ക്ക് വേണ്ടി പോയിരുന്ന് ഉപസിച്ച് പ്രാർത്ഥിച്ചപ്പോഴല്ല വേർതിരിച്ചത്, അതിനു മുൻപ് തന്നെ ദൈവം ശൗലിനെ ശുശ്രൂഷയ്ക്കായി വേർതിരിച്ചിരുന്നു. സ്തോത്രം. എന്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ച തന്റെ കൃപയാൽ വിളിച്ചിരിക്കുന്ന എന്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ചു, തന്റെ കൃപയാൽ എന്നെ വിളിച്ച ദൈവം തന്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷം ഞാൻ ജാതികളുടെ ഇടയിൽ അറിയിക്കണമെന്ന്, ഞാനൊരു സുവിശേഷകനായി തീരണം എന്നറിയിക്കണമെന്ന് പറഞ്ഞ് ദൈവം എന്നിൽ പ്രസാദിച്ചപ്പോൾ, എന്നെ ഓർഡൈൻ ചെയ്തപ്പോൾ, എന്നെ മാറ്റിയപ്പോൾ, വേർതിരിച്ചപ്പോൾ ഞാൻ എന്ത് ചെയ്തില്ല? മാംസരക്തങ്ങളോട് എന്ന് പറഞ്ഞ എന്റെ അപ്പനോടും അമ്മയോടും ആലോചന ചോദിക്കാൻ പോയില്ല. ബന്ധുക്കളോടും ചാർച്ചക്കാരോടും ചോദിച്ചില്ല. സ്നാനപ്പെടുത്തിയ സ്നാപകനോടും ചോദിച്ചില്ല. ആരോടും ചോദിച്ചില്ല. ജഡരക്തങ്ങൾ. പള്ളി വിട്ടല്ലോ, പിന്നെ ഇനി പള്ളിയിൽ പോയി ചോദിച്ചില്ല. പിന്നെ മാതാപിതാക്കളും ബന്ധുമിത്രാനും ചർച്ചക്കാരുണ്ടല്ലോ, പെങ്ങളുണ്ടല്ലോ. അതെന്ന് വായിക്കുന്നത് പൗലോസിന്റെ പെങ്ങളുടെ മകൻ. കുടുംബ ബന്ധങ്ങൾക്ക്, വ്യക്തിബന്ധങ്ങൾക്ക് വളരെ വില കൊടുത്ത മനുഷ്യനാണ് പൗലോസ്. അതുകൊണ്ടാണ് പൗലോസിന്റെ കഷ്ടതയിൽ പൗലോസിന്റെ പെങ്ങളുടെ മകൻ അനന്തരവൻ ജയിലിൽ ചെന്ന് കാര്യം പറഞ്ഞത്. ഇന്ന് എത്ര അനന്തരവന്മാർ വരും? കാരണം പെങ്ങളെ വീട്ടിൽ കയറ്റുകയല്ല, പെങ്ങളുടെ മക്കൾക്ക് ഒരു മുട്ടായി പോലും മേടിച്ചു കൊടുക്കുകയല്ല. സ്കൂൾ തുറന്നല്ലോ, ഒരു റൂളി പെൻസിൽ, ഇപ്പൊ പിന്നെ കല്ല് പെൻസിൽ വേണ്ട, ഒരു നോട്ട്ബുക്കും പേനയും മേടിച്ചു കൊടുക്കാത്ത അമ്മാച്ചൻ അപകടത്തിൽപ്പെട്ടാൽ, ആപ്പിലായാൽ ആ പൂരാൻ എത്ര അനന്തരവർ വരും? എന്നാൽ പൗലോസ് അങ്ങനല്ലായിരുന്നു. യഹൂദ മതത്തോടുള്ള പോലെ സ്നേഹവും സന്തോഷവും തന്റെ ബന്ധുക്കളോടും ചർച്ചക്കാരോടും ഉണ്ടായിരുന്നു. തന്റെ രക്തത്തോടുണ്ടായിരുന്നു. സഹോദരിയോടും കുടുംബത്തോടും ഉണ്ടായിരുന്നു. സഹോദരങ്ങളോടും കുടുംബങ്ങളോടും ഉണ്ടായിരുന്നു. അങ്ങനെ നാം കാണുന്നു, മനസ്സിലാക്കണം. അതുകൊണ്ട് സ്വന്തം പെങ്ങളോട് പോലും പോയി ചോദിച്ചില്ല. ചോദിച്ചിരുന്നെങ്കിൽ വിടത്തില്ലായിരുന്നു ഒരുപക്ഷെ. തന്നെയല്ല, ജഡരക്തങ്ങളായ തന്റെ ബന്ധുമിത്രാദികളും ചാർച്ചക്കാരോട്, സമപ്രായക്കാരായ കൂട്ടുകാരോട് ആരോടും ചോദിച്ചില്ല. ശലോമോന്റെ മോൻ അതാ ചെയ്തു. ശലോമോന്റെ മോനോട് ചെന്ന് നാട്ടുകാർ പറഞ്ഞു, നിന്റെ അപ്പൻ ശലോമോൻ ഞങ്ങൾക്ക് വളരെ ഭാരം വരുത്തി വെച്ചു. ആള് സംഗതി ശരിയായിരുന്നു. പിന്നെ ദൈവകൃപയെന്ന് പോയപ്പോഴത്തേക്ക് പണത്തിന് പിന്നെ ആളെ ആക്രാന്തമായി. ആ മനുഷ്യൻ ഞങ്ങളെ വളരെ ദ്രോഹിച്ചു. ഞങ്ങൾക്ക് കരം പിരിച്ചൊരു പരുവത്തിലാക്കി. അതുകൊണ്ട് ഞങ്ങളെ സഹായിക്കണം, കൃഷി ആവശ്യങ്ങൾക്ക് പണം തരണം, വിത്തും അതിനുള്ള ഉപകരണങ്ങളും തരണം. ഇതൊക്കെ പറഞ്ഞ് ശലോമോന്റെ മോനോട്, രാജാവായവനോട് ചെന്ന് പറഞ്ഞപ്പോൾ ശലോമോന്റെ മോൻ അന്നേരം ഉത്തരം കൊടുക്കാൻ പറ്റിയില്ല. അല്ല, അദ്ദേഹം അതെ പിന്നെ വരാൻ പറഞ്ഞു. തന്റെ പിതാവിന്റെ കാലജ്ഞരായ, അതായത് സീനിയർ മോസ്റ്റ്, രാജസന്നിധിയിലെ സീനിയർ മോസ്റ്റ് ആയ മന്ത്രിമാരോടും ഗുരുക്കന്മാരോടും ഒക്കെ ചോദിച്ചു, എന്തോ വേണം, ഇവരൊന്ന് പറഞ്ഞു വിടുക, എന്ത് ചെയ്യണം? അന്നേരം അവിടെ ഉള്ളവർ പറഞ്ഞു, ശരിയാ കുഞ്ഞെ, നിന്റെ അപ്പൻ ഞങ്ങളുടെയും കൂടെ രാജാവായിരുന്ന ശലോമോൻ ഭയങ്കര പിരിവാ പിരിച്ചത്. അതുകൊണ്ട് നീ അതൊക്കെ നിളവ് ചെയ്ത് കൊടുക്കണം. ഇപ്പൊ ആവശ്യം പോലെ ഉണ്ടല്ലോ, ഹേമന്ത ഗ്രഹങ്ങൾ ഇരിക്കുന്ന പോലും മുഴുവൻ പൊന്ന, ടോയ്ലറ്റ് വരെ പൊന്നിലുണ്ടാക്കി വെച്ചിരിക്കുക. ടോയ്ലറ്റ് അല്ല, അതിനുള്ളിലെ ഉപകരണങ്ങൾ, ടോയ്ലറ്റ് അല്ല കേട്ടോ, ക്ഷമിക്കണം, അതിനുള്ള ഉപകരണങ്ങൾ വരെ എന്തെല്ലാം ഉണ്ടോ, വാഷ്റൂമിലെ ഉപകരണങ്ങൾ വരെ, ഹേമന്തഗ്രഹത്തിലെ ഉപകരണങ്ങൾ വരെ പൊന്നുകൊണ്ടുണ്ടാക്കിയ പുള്ളിയാ. പരിച പൊന്നുകൊണ്ടുണ്ടാക്കി വെച്ചിരിക്കുക. പൊന്നുകൊണ്ടുള്ള പരിച വെട്ടിയാൽ പല്ല് അപ്പോഴേ പൂകത്തില്ല, എങ്കിലും ഒരു ഷോയ്ക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുക. അങ്ങനെയുള്ള ഇപ്പിനി ആവശ്യം പോലെ ഉണ്ടല്ലോ, ഇട്ടുമൂടാൻ സ്വത്തുള്ളതുകൊണ്ട് ഇനി കർഷകർക്കൊന്ന് ഇളവ് ചെയ്ത് കൊടുക്കുന്ന കാലജ്ഞരായ, വൃദ്ധന്മാരായ, മുതിർന്നവരായ, അറിവുള്ളവർ പറഞ്ഞപ്പോൾ ശലോമോൻ അദ്ദേഹത്തിന്റെ മകൻ അത് ഏറ്റെടുത്തില്ല.
അദ്ദേഹം അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങി തൻ്റെ കൂട്ടുകാരായ ചെറുപ്പക്കാരോട് വിളിച്ചു, ഇനി ഒന്നേ, നാട്ടുകാരിങ്ങനെ പറഞ്ഞു, മൂപ്പരാന്മാരിങ്ങനെ പറഞ്ഞു, എന്താ വേണം പറഞ്ഞു. അവർ പറഞ്ഞു, പാടില്ല, മുതിർന്നവർ പറഞ്ഞതല്ല അനുസരിക്കേണ്ടത്, നമുക്ക് പണം എടുത്തിട്ട് വേണം. കാരണം നീ രാജാവാണെങ്കിലും നിന്നെ ഉപദേശിക്കാൻ ഞങ്ങളെല്ലാവരും ഇരിക്കുകയല്ലേ. കാരണം ഈ പുള്ളിക്ക് വലിയ വെളിപ്പെടുത്തൊന്നുമില്ല. അതുകൊണ്ട് ഓരോന്നിനും ഉപദേശിക്കാൻ ഉപദേശകന്മാരുണ്ട്. ശാസ്ത്ര സാങ്കേതിക പ്രതി പഠിക്കാൻ അതിനത്ര ആളുണ്ട്. നിയമത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ വേറൊരാളുണ്ട്. ഇതിനെല്ലാം മന്ത്രിമാർ വേറെ ഉണ്ടെന്ന് ഓർത്തോണം. അപ്പോൾ തന്നെ ഇദ്ദേഹത്തിന് പ്രധാന രാജാവായ ഇദ്ദേഹത്തിന് ഉപദേശം കൊടുക്കാൻ ഉപദേശക വൃന്ദം ഒട്ടനവധി പേരുണ്ട്. ഇവർക്കൊക്കെ ശമ്പളം വേണ്ടായോ? കരം പിരിക്കുന്നത് കുറവ് ചെയ്ത് കൊടുത്താൽ എങ്ങനെ നമ്മുടെ കാര്യം നടക്കുന്നത്? മാസം തോറും ശമ്പളം, പിന്നെ മറ്റ് പ്രിവിലേജ് അലവൻസുകൾ. ഈ കഴിഞ്ഞ ദിവസം ഒരു MP-യുടെ ശമ്പളം കണ്ടു. അത് ഒരു നോക്കിയാ വായിച്ചുകൊണ്ട് ഞാൻ പിന്നെ മാറ്റിവെച്ചു. ആളുകളുടെ വോട്ട് വാങ്ങി ജയിച്ചു വന്ന MP മാസം തോറും വാങ്ങിക്കൂട്ടുന്ന പണത്തിന്റെ കണക്ക് ഈ ദരിദ്ര രാജ്യത്ത് നിന്ന് അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലത്തിൽ പലരും നിവൃത്തിയില്ലാതിരിക്കുമ്പോൾ ആർഭാടത്തിന് അദ്ദേഹത്തിനും കുടുംബങ്ങൾക്കും വേണ്ടി കിട്ടുന്ന പണത്തിന്റെ കണക്ക് കണ്ടിട്ട് ഞാനത് മറച്ചു വെച്ചു, വായിച്ചില്ല. അപ്പൊ ഇവര് ഞങ്ങൾ ഈ ശാസ്ത്ര സാങ്കേതിക നിയമ എല്ലാ കാര്യങ്ങളും ഉപദേശകന്മാരായിരിക്കുന്ന ഒരുപിടി ആളുകളുണ്ട്. നമ്മുടെ മന്ത്രിമാർക്ക് 32 പേരുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അതിലധികം കാണുമായിരിക്കും. ഇവർക്ക് തന്നെ തീറ്റിപ്പോലുണ്ട്, ശമ്പളം വേണ്ടേ? അതുകൊണ്ട് അവർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഇതൊന്നും കുറയ്ക്കണ്ട. സ്തോത്രം. അവരനുഭവിച്ചതായിട്ട് നമുക്ക് പഴയ നിയമത്തിൽ കാണും. അതുകൊണ്ട് ഇവിടെ പറയാണ്, ഞാൻ എൻ്റെ കൂട്ടുകാരോട് സമപ്രായക്കാരോട് ചോദിച്ചില്ല, അവർ സമ്മതിക്കുമായിരുന്നോ? അത് മാത്രമല്ല, അന്ന് യെരുശലേമിലാണ് ഹെഡ് ക്വാർട്ടേഴ്സ്, മറ്റെതിർ സ്ഥലങ്ങളിലൊന്നും ആയിട്ടില്ല. അതുകൊണ്ട് യെരുശലേമിലുള്ള മൂപ്പന്മാർ പത്രോസ് ഉൾപ്പെടെയുള്ള ആദിയായ ആളുകൾ അടുക്കൽ ചെന്ന്, അവിടെ അങ്ങനെ വായിക്കുന്നത്, എനിക്ക് മുമ്പേ അപ്പോസ്തലന്മാരായവരുടെ അടുക്കൽ യെരുശലേമിലേക്ക് പോവുകയോ ചെയ്യാതെ നേരെ അറബി രാജ്യത്തേക്ക് പോയി. അവിടെ ചെന്ന് 3 വർഷം കർത്താവിന്റെ അവിടെ നിന്ന് ഉപവസിച്ചു പ്രാർത്ഥിച്ചു. അതിനാ പറഞ്ഞ മുട്ടിന്മേൽ കോളേജ് എന്നൊക്കെ ചിലർ പറയാറുണ്ട്. ഞാൻ ബൈബിൾ സ്കൂളിൽ പോയിട്ടില്ല, മുട്ടിന്മേൽ കോളേജിൽ നിന്നാണ് പ്രാപിച്ചെന്ന് ചിലർ പറയാറുണ്ട്. നല്ല കാര്യം. ആ മുട്ടിന്മേൽ കോളേജ് ദൈവത്തിൽ നിന്നാണ് പ്രാപിച്ചതെങ്കിൽ ദോഷകരവും പോഷത്വം ഒന്നും ചെയ്യത്തില്ല. അരി വാരി എറിയത്തില്ല, പൊടി വാരി എറിയത്തില്ല, എണ്ണ കുടിപ്പിക്കത്തില്ല, എണ്ണ തലയെ കൂടെ കമത്തത്തില്ല. സ്തോത്രം. അഭിഷേകമാണെന്ന് പറഞ്ഞ് ഓടുകയും ചാടുകയും തുള്ളിക്കുകയും ചെയ്യത്തില്ല. പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന പുള്ളി കസേര ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടക്കുകയല്ല. പ്രസംഗിക്കുന്ന ആളുകളിലാണ് ഓടിച്ചിട്ട് പിടിക്കുക, ആ തരത്തിലാക്കുകയല്ല. അത് കർത്താവിനെ പ്രാപിച്ചതാണെങ്കിൽ പരിജ്ഞാനത്തിന്റെ സുബോധത്തിന്റെ ആത്മാവിനെയാ. സ്തോത്രം. കർത്താവിന് നേരിട്ട് പ്രാപിച്ചു. അങ്ങനെയാണെങ്കിൽ ദൈവിക ഉപദേശത്ത് പ്രകാരം പോവും, ഇല്ലെങ്കിൽ ജനങ്ങളുണ്ടാകെ പരിഹാസപാത്രമായി മാറും. അപ്പോൾ ഞാന് യെരുശലേമിലെങ്ങും പോയില്ല, ചെയ്യാൻ നേരെ അറബിയയിലേക്ക് പോയി. അവിടുന്ന് എന്ത് ചെയ്തു? ദമസ്കോസിലേക്ക് പോയി. അവിടെ ആണല്ലോ പഴയ ശൗല അവസാനിച്ചത്. അവിടെ ദമസ്കോസിന്റെ പടിവാതിൽ വെച്ചാണ് ശൗലിനെ പിടികൂടുന്നത്. അതുകൊണ്ട് ശൗലിന്റെ പ്രസംഗത്തിന്റെ തുടക്കം ദമസ്കോസിലായിരുന്നു. സ്തോത്രം. പ്രിയമുള്ളവരെ, അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ആദ്യം യെരുശലേമിൽ, പിന്നെ യഹൂദിയ, ശമരിയ, ഭൂമിയുടെ അറ്റത്തോളം പോയി പ്രസംഗിക്കാൻ. സ്വന്തം നാട്ടിൽ, സ്വന്തക്കാരുടെയും സ്വന്തം ദേശത്ത് പ്രസംഗിക്കാതെ ഭൂലോകത്തിന്റെ അറ്റത്തുനിന്ന് പലരും തുടക്കം. നാം രക്ഷിക്കപ്പെടുന്നത്, മാനസാന്തരപ്പെട്ടത്, ദൈവകൃപ വന്നത് ദേശം അറിയട്ടെ, ചുറ്റുപാടുകൾ അറിയട്ടെ. അതുകൊണ്ട് നാം കാണുന്നതാണ്. പുസ്തകം നോക്കിയാൽ പലരെ കാണാൻ സാധിക്കും. ശമരിയ സ്ത്രീ യെരുശലേമിലല്ല പ്രസംഗിക്കാൻ തുടങ്ങിയത്. ആദ്യം കുടമട വെച്ചിട്ട് ശമരിയ പട്ടണത്തിൽ ഓടി കടന്ന് പ്രസംഗിച്ചു. മൈക്കും
കോളാമ്പി ഒന്നുമില്ലായിരുന്നു. കോളാമ്പി പോലും കയ്യിലെടുത്ത് കാണുകയാണ്. ഒരു സ്ത്രീ ഓടി കിടന്ന് പുലമ്പുന്ന കേട്ട് ജനങ്ങളിലാണ് ഓടിക്കൂടി പോയി, എന്ത് പറ്റി, എന്താണ് ഈ പറയുന്നത്? അതവൾ ശരിയായ ഒരാളുമല്ലല്ലോ. അപ്പോഴേ പറഞ്ഞത്, ഞാൻ ചെയ്തതല്ല, എന്നോട് പറഞ്ഞു ഒരുത്തനുണ്ട്, അതേ വന്ന് കണ്ടോളാൻ പറഞ്ഞു. അതായിരുന്നു അനൗൺസ്മെന്റ്. പബ്ലിസിറ്റി കൺവീനർ, ആദ്യത്തെ പബ്ലിസിറ്റി കൺവീനർ അതാ കാണുന്നത്. ആദ്യത്തെ അതല്ല കേട്ടോ. ആദ്യത്തെ പബ്ലിസിറ്റി കൊടുത്തത് സഹോദരിമാരാണ്. കർത്താവ് ഉയർന്നതിനെ കുറിച്ച് മറ്റുള്ളവർ പറഞ്ഞത്. ഇവിടെ ശമരിയ പട്ടണത്തിൽ ഈ സ്ത്രീയുടെ പബ്ലിസിറ്റി അവർ ഓടി കടന്ന് പറഞ്ഞു. അങ്ങനെ അതാണ് കർത്താവിന്റെ പരസ്യ ശുശ്രൂഷയുടെ കാര്യത്തിൽ. അതാണ് ആദ്യം, ക്ഷമിക്കണമേ. പിന്നീടാണ് മരിച്ചപ്പോഴാണ് പിന്നെ സഹോദരിമാർ പോയി പറഞ്ഞത്. സ്തോത്രം. എന്റെ ഭാര്യ എന്നോടൊപ്പം ഇരിപ്പുണ്ട്. താങ്ക് യു. അപ്പൊ അതാണ് ആദ്യത്തെ പബ്ലിസിറ്റി. ഒരു അത്ഭുതം നടന്ന്, കാനാവിൽ നടന്ന അത്ഭുതം പബ്ലിസിറ്റി ആയിട്ടുണ്ടെന്നാൽ മാനവജാതി രക്ഷ എന്ന കാര്യം, മാനസാന്തരത്തിന്റെ കാര്യം പബ്ലിസിറ്റി ചെയ്തത് ഈ ശമരിയക്കാരി സ്ത്രീയാണ്. യെരുശലേമിലും ഇതര സ്ഥലങ്ങളിലെല്ലാം പോയി പറഞ്ഞത്. കർത്താവ് നിൽക്കുന്ന, അല്ലെങ്കിൽ തന്റെ സ്വന്തം ഗ്രാമത്തിൽ തന്നെ അവർ തുടങ്ങി. അടുത്ത നമ്മൾ കാണുന്നത് ഗദർദേശത്തെ ഭൂതഗ്രസ്തൻ. ആ മനുഷ്യന്റെ ഭൂതം പോയറിനെ അദ്ദേഹം സുബോധം പ്രാപിച്ച് വസ്ത്രം ധരിച്ച് സുബോധം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, കർത്താവേ, ആ മനുഷ്യൻ പറഞ്ഞു, ഞാൻ നിന്റെ കൂടെ വരിക കേട്ടോ. ഇത്ര നാൾ പിശാച എന്നെ കൊണ്ടു നടന്നു. ഇപ്പോൾ ജീവനനാഥനായ രക്ഷകനായ ദൈവമായ ദൈവപുത്രനായ നിന്നോടുകൂടി ഇരിപ്പാൻ എന്നെ അനുവദിക്കണം. കർത്താവ് പറഞ്ഞു, ഇപ്പം വേണ്ട, നീ ആദ്യം നിന്റെ നാട്ടിൽ ചെന്നിട്ട് പറ, ദൈവം നിനക്ക് എന്ത് ചെയ്തു എന്നുള്ളത്. അയ്യോ, ഒന്നും പറയണ്ടല്ലോ, ഈ മനുഷ്യൻ ആ ദേശത്തൂടെ നടന്നാ മതി. അതെ, ആദ്യം ഈ മനുഷ്യന്റെ പുറത്തുനിന്ന്, ആ മനുഷ്യന്റെ പുറത്തുനിന്ന് ഭൂതങ്ങൾ ഇറങ്ങിപ്പോയപ്പോൾ അന്നാട്ടുകാരായ പന്നി വളർത്തുകാർ ഓടി വന്ന് പറഞ്ഞാണ്, ഞങ്ങളുടെ ദേശത്ത് പോകണം, കാരണം ഞങ്ങൾക്ക് നഷ്ടം വന്നു. ഭൂതഗ്രസ്തനായ ഒരു മനുഷ്യൻ രക്ഷപ്പെട്ടതിനകത്തുള്ള സന്തോഷമല്ല, മറിച്ച് തങ്ങളുടെ സമ്പത്ത് നഷ്ടപ്പെട്ടതിൽ വ്യാകുലരായി തീർന്ന ഗദർദേശ നിവാസികൾ കർത്താവിനെ ഓടിച്ചു കളഞ്ഞു. എന്നാൽ പിന്നെ കാണുന്നത്, അടുത്ത പ്രാവശ്യം കർത്താവ് അവിടെ ചെല്ലുമ്പോൾ അറിയുന്നത്, ദെക്കപ്പൊലിദേശം മുഴുവൻ ആ ഭൂതം ബാധിച്ച് വിടുതൽ പ്രാപിച്ച മനുഷ്യൻ നടന്നു പറഞ്ഞു. അദ്ദേഹം വസ്ത്രം ധരിച്ച് സുബോധം പ്രാപിച്ചു നടന്നപ്പോൾ അന്നത്തെ ആഭിചാരകന്മാരും മന്ത്രവാദികൾ ഉൾപ്പെടെ മാനസാന്തരപ്പെട്ടു ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇവരുടെ അടുക്കലല്ലേ ഇവനെ കൊണ്ടുപോയി കാണുമല്ലോ. അവനെ പണിയുവാൻ, അടച്ചുപൂട്ടുവാൻ ചങ്ങല തീർത്ത കൊല്ലൻ, കയ്യിലും കാലിലും ആമം ഇരുമ്പിനാലോ അല്ലെങ്കിൽ ഇരുമ്പ് കൊണ്ടുണ്ടാക്കി അല്ലെങ്കിൽ തടി കൊണ്ട് ആമം പണിത കൊല്ലനും ആശാരിയും ഈ മനുഷ്യനെ കണ്ടപ്പോൾ, സ്തോത്രം, അവനിൽ വന്ന വ്യത്യാസം കണ്ടപ്പോൾ ഞാൻ കരുതുന്നു ആദ്യം ഓടിയത് അവരായിരിക്കും. ഞങ്ങൾ പണിതു കൊടുത്ത ആമത്തിൽ നിന്ന്, ചങ്ങലയിൽ നിന്ന് പുറത്തു വന്ന് രക്ഷപ്പെട്ടവൻ, അതിനു മുമ്പ് പലരും വന്നിട്ടില്ല. എന്നാൽ ഇവൻ പുറത്തു വന്നു. അവൻ പറയുന്ന സുവിശേഷം കേട്ട ആ രക്ഷകനെ കാണാൻ ചങ്ങല പണിത കൊല്ലനും തടി കൊണ്ട് ആമം പണിത ആശാരിയും മുന്നിൽ ഓടിക്കാണും. ദൈവമേ, ഇന്നും അനവധി ആളുകളുടെ രക്ഷ ദൈവകൃപ വന്നു കണ്ട് ഒത്തിരിയേറെ ഡോക്ടർമാർ തങ്ങൾ ചികിത്സിച്ചിട്ടും ഭേദമാകാതെ വൈദ്യശാസ്ത്രം പരാജയപ്പെട്ടെടുത്ത് അവരുടെ ഭാഷയിൽ അദൃശ്യശക്തി അത് സുഖമാക്കിയെങ്കിൽ ആ അദൃശ്യ ശക്തിയെ പിന്നാലെ ഇറങ്ങിത്തിരിച്ച അനവധി ഡോക്ടർമാർ, നഴ്സുമാർ, അതുപോലെ ദൈവപ്രവൃത്തി കണ്ടിറങ്ങിയ വിവിധ തരത്തിലുള്ള ആളുകളുണ്ട്. സ്തോത്രം. അന്ന് അവിടെ ആളുകൾ രക്ഷപ്പെടാനിടയായി തീർന്നത് ഭൂതഗ്രസ്തൻ സൂചനം പറഞ്ഞിട്ടാണ്. നീ ഇവിടെ പറയേണ്ട നാൾക്കിൽ പറയണ്ടോ? അദ്ദേഹത്തെ കൊണ്ട് പരസ്യം നടത്തിയാൽ ഇന്നത്തെ പോലെ മൈക്ക് വാങ്ങിച്ച് പിടിച്ചൊടിക്കാൻ ആരെങ്കിലും ചെല്ലുവോ? മൈക്ക് വാങ്ങിച്ച് പിടിച്ചോടിക്കുവാൻ ആരെങ്കിലും ചെല്ലുമോ? സ്തോത്രം. ഈ അടുത്ത സമയത്ത് അവിടെ ചെല്ലാത്ത കാരണം ഇത് എപ്പോഴാ ഇളകുന്നതെന്ന് അറിയത്തില്ലല്ലോ. ഇനി ഇളകിയെങ്കിലോ
തന്നെത്താൻ ചതച്ച് ദേശത്തിന് പ്രതികൂലമായി നടന്ന ശവക്കോട്ടയെ കിടന്നവനാണ്. ഇപ്പോൾ സുബോധത്തോടെ നിൽക്കുന്നു. ഇനി ഒരു പക്ഷേ പിരി വെട്ടിയാൽ എന്തായിത്തീരും? ഒരെണ്ണം അടുത്ത് കാണുകയില്ല. ഇവിടെ പ്രസംഗിക്കരുത്, നിനക്ക് സുഖമായ വീട്ടിൽ പോയിരിക്കാൻ ഒരുത്തനും പറഞ്ഞു കാണുകയില്ല. പറയത്തില്ല. കാരണം എങ്ങനെ പറയും? എന്നാൽ പറഞ്ഞാൽ ഈ മനുഷ്യൻ പ്രതികരിക്കുമായിരുന്നു? ഇല്ല. ഈ അടുത്ത സമയത്ത് ഒരു റീഹാബിലിറ്റേഷൻ സെന്ററിൽ, എറണാകുളം ജില്ലയിലുള്ള റീഹാബിലിറ്റേഷൻ സെന്ററിൽ മദ്യപാനിയായിരുന്ന മുക്കുടിയനായ ഒരു യുവാവ്, ഒരു ആള് വന്നു. രാഷ്ട്രീയക്കാരനായിരുന്നു, ഇല്ലായിരുന്നു, മഹാമദ്യപാനി, വീട്ടുകാർക്കും നാട്ടുകാർക്കും ആർക്കും വേണ്ടാത്തൊരുത്തൻ ഒരുവനായിരുന്നു. കൃപയാൽ മദ്യപാനം മാറി, പുതിയ മനുഷ്യനായി മാറി, രക്ഷിക്കപ്പെട്ടു. ഒരു ദൈവദാസനാണ് അദ്ദേഹത്തെ അവിടെ കൊണ്ടാക്കിയത്. ഈ മനുഷ്യൻ മദ്യപാനമെല്ലാം മാറി പുറത്തു വന്നപ്പോൾ സമൂഹത്തിന് വേണ്ട. ഒരു ലോഡ്ജിൽ ചെന്നപ്പോൾ മുറി കൊടുക്കുകയില്ല, ഹോട്ടലിൽ ചെന്നാൽ ഭക്ഷണം കൊടുക്കുകയില്ല, വീട്ടിൽ ചെന്നപ്പോൾ വീട്ടിലും കയറ്റിയില്ല. കാരണം അവർക്ക് വേണ്ടത് മാനസാന്തരപ്പെട്ട കുഞ്ഞാടിനെയല്ല, പാപികളിൽ പാപിയായ മുട്ടനാടിനെയും കൊലകൊമ്പനാടിനെയായിരുന്നു അവർക്ക് താല്പര്യം. രാഷ്ട്രീയക്കാർക്കും അങ്ങനെ ഒരുത്തനെയായിരുന്നു വേണ്ടത്. അവർക്ക് വേണ്ടി ഗുണ്ടാപ്പണി ചെയ്യുന്നവനെയായിരുന്നു ആവശ്യം. മാനസാന്തരപ്പെട്ട മനുഷ്യസ്നേഹിയായി മാറി വന്ന ആ ചെറുപ്പക്കാരനെ, ആ മനുഷ്യനെ ഉൾക്കൊള്ളാൻ അവരാരും തയ്യാറായില്ല. ഇദ്ദേഹം ആ പാസ്റ്ററോട് ചെന്നു, ആ പാസ്റ്ററോട് താമസിച്ചു. ആ പാസ്റ്റർക്ക് ഒരു ഭാരമായി തീരുമെന്ന് പറഞ്ഞിട്ട് നീ പറഞ്ഞു, പാസ്റ്റർ വേറെ ഞാൻ നോക്കിക്കോളാം, ഇനി എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഞാൻ കേട്ടതാണേ, ഒരു കള്ള് ഷാപ്പിലേക്ക് ചെന്നു, മദ്യശാല ചെന്നു, മദ്യം ആവശ്യം പോലെ അങ്ങ് കുടിച്ചു. എന്നിട്ടോ 2 കുപ്പിയും തല്ലിപ്പിടിച്ച് അവിടെ ഇറങ്ങി. ഒരു മനുഷ്യനും പണം ചോദിച്ചില്ല. അത് കഴിഞ്ഞ് നേരെ ചെന്നത് റൂം കൊടുക്കാതെ, മുറി കൊടുക്കാതെ ഇറക്കി വിട്ട ലോഡ്ജിലോട് എന്ന് പറഞ്ഞു, എനിക്ക് മുറി വേണമെന്ന് പറഞ്ഞു. ഇവനെ കണ്ടപ്പോഴേ വാതിൽ തുറന്നു, വിരിച്ചു കൊടുത്തു. രാഷ്ട്രീയക്കാരെ കണ്ടു, പണം തരാൻ പറഞ്ഞു, കൊടുത്തു. ഊണ് മേടിക്കാൻ പറഞ്ഞു, മേടിച്ചു. വീട്ടുകാരോട് പറഞ്ഞു, മര്യാദയ്ക്കെന്നോളാൻ പറഞ്ഞു. അവൻ വീണ്ടും മദ്യപാനിയായി മാറി. അതിന് മറുവശമുണ്ട്, അദ്ദേഹം പിന്നെ മാനസാന്തരപ്പെട്ടവനാണ്. അവരുടെ മുമ്പിൽ ഒന്നുകൂടെ അഭിനയിച്ചെന്നാണ് പറയുന്നത്. ഏതായാലും ഇപ്പോൾ പിന്നെ അദ്ദേഹം ഒരു സുവിശേഷകനായി മാറി എന്നാണ് എൻ്റെ അറിവ്. പ്രിയമുള്ളവരെ, ദമസ്കോസിൽ പുതുക്കം പ്രാപിച്ച പൗലോസ്, ദമസ്കോസിൽ പിടിക്കപ്പെട്ട പൗലോസ് ദമസ്കോസിൽ സുവിശേഷ വേല ആരംഭിക്കുവാനിടയായി. നാം വായിച്ചത് ഗലാത്യ ലേഖനത്തിന്റെ ദൈവത്തെ അറിയുന്ന അനുഭവത്തെക്കുറിച്ചാണ്. പൗലോസിനും പറയാതാണ്, സ്വഭാവത്താൽ ദൈവമല്ലാത്തതിന് ഞാൻ അടിമപ്പെട്ടിരുന്നു, എന്നാൽ ദൈവത്തെ അറിഞ്ഞു, വിശേഷാൽ ദൈവം എന്നെ അറിഞ്ഞു. പൗലോസിന്റെ സാക്ഷ്യമാണ്. ആ നിങ്ങൾ ഇനിയും അറിഞ്ഞു പോകരുത്. അതാ പറയാനുണ്ടായിരുന്നു. കണ്ണുകളടയ്ക്കാൻ നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. മുൻപേ ദൂഷകനും നിഷ്ഠൂരനുമായിരുന്നു, ദൈവത്തെ അറിയുവാൻ ദൈവം ഭാഗ്യം നൽകി. ഹല്ലേലൂയ. അറുക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം, അറുക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗപിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം. ഒരു പ്രാവശ്യയുടെ കർമ്മേൽ മിനിസ്ട്രിയുടെ ഈ ഫേസ്ബുക്ക് പേജിലൂടെ അടിയങ്ങൾ അടുത്ത് വരുവാൻ ഇടയാക്കിയതിനായി സ്തുതിക്കും. കർത്താവേ, അവിടുത്തെ ദാസൻ പസീപ്പൻ വർഗീസ്, അദ്ദേഹത്തിന്റെ കുടുംബം, ഈ ശുശ്രൂഷ സഹകാരികളായ എല്ലാവർക്കുമായി സ്തോത്രം. വചനം കേട്ടവർക്കായി, ഇത് ഫോർവേഡ് ചെയ്യുന്നവർക്കായി സ്തോത്രം. കേട്ടവന് ഞങ്ങൾക്ക് ആർക്ക് ശിക്ഷാവധിക്ക് കാരണമാകരുതേ അപ്പച്ച. അവിടുത്തെ കൃപയെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരല്ല, അങ്ങയെ പ്രസാദിപ്പിച്ച് നല്ലൊരന്ത്യം പ്രാപിപ്പാൻ ഏവരെയും അങ്ങ് കൃപയെ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വത്തിനായി ചെയ്യണമേ, വരവിനായി ഒരുക്കണമേ. മശിഹാമൂലം അപേക്ഷിക്കുമ്പോൾ കേൾക്കണമേ പിതാവേ. ആമേൻ. എല്ലാവർക്കും വന്ദനം. ദൈവം അനുഗ്രഹിക്കട്ടെ. വീണ്ടും കാണാം. അന്യോന്യം പ്രാർത്ഥന.